കോവിഡ് കേസുകൾ ഇന്നും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, രോഗവ്യാപനം കൂടിയാൽ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? അതുപോലെ വാക്സിനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കൂടി. ധനിയ, സംസ്ഥാനത്ത് രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ രോഗവ്യാപനം വർദ്ധിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ രോഗവ്യാപനം കൂടുതൽ രേഖപ്പെടുത്തിയ ഇടങ്ങളിൽ പൂർണ്ണമായ തരത്തിലുള്ള ലോക്ക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വരുമെന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ അതൊരു തീരുമാനമായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ശേഷം അത്തരമൊരു ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. നാളെ മുതൽ കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങൾ നടപ്പിലാവുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സർക്കാരിന്റെ പ്രത്യേക ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ ആളുകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നതിനടക്കം വലിയ നിയന്ത്രണങ്ങളുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ. സർക്കാർ ഓഫീസുകൾ അടക്കം അവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഹോട്ടലുകളിൽ ഇനി മുതൽ പാഴ്സൽ സർവീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതടക്കമുള്ള വലിയ നിയന്ത്രണങ്ങളാണ് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. വരുന്ന ഒരാഴ്ച കടുത്ത നിയന്ത്രണങ്ങൾ നാളെ മുതൽ നടപ്പിലാകുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാവുന്ന കാര്യം. ഒപ്പം തന്നെ വാക്സിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നു. അതായത് സംസ്ഥാനം പണം കൊടുത്ത് വാക്സിൻ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു പ്രതിസന്ധി നിൽക്കുന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനം പണം കൊടുത്ത് വാക്സിൻ വാങ്ങണമെങ്കിലും അതിൽ എത്ര വാക്സിൻ സംസ്ഥാനത്തിന് കൈമാറണം എന്നതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലവിലുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യം. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, പകർച്ചവ്യാധികൾ മുൻകാലങ്ങളിലും ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരുകൾ കാലാകാലങ്ങളിൽ സൗജന്യ വാക്സിൻ വിതരണമാണ് രാജ്യത്ത് മൊത്തം നടപ്പിലാക്കിയത്. പക്ഷേ കോവിഡ് വാക്സിനിൽ മാത്രമാണ് ഈ തരത്തിൽ പണം കൊടുത്ത് വാക്സിൻ വാങ്ങേണ്ടി വരുന്ന ഒരു കാര്യമുള്ളത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ ആശയക്കുഴപ്പമുണ്ട്, നടപടി വീഴ്ചകളുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. സജിത്ത്, ഇന്ന് പറഞ്ഞിരിക്കുന്ന നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് ഈ ആളുകൾ ബൈക്കിലൊക്കെ ഇരുചക്ര വാഹനങ്ങളിൽ ഒരാളെ സഞ്ചരിക്കാവൂ, ഈ ഇരട്ട മാസ്ക് ധരിക്കണം, അത്തരത്തിലുള്ള നമ്മൾ പാലിക്കേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കാമോ? വിശദമായ നിയന്ത്രണങ്ങളാണ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ വലിയ തരത്തിലുള്ള പ്രത്യേകം വ്യക്തമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. നിയന്ത്രണങ്ങളിൽ ഏറ്റവും പ്രധാനം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടിയാണ്. ഇതിന്റെ ഭാഗമായി ജനങ്ങൾ പുറത്തിറങ്ങുന്നത് അത്യാവശ്യ ആവശ്യങ്ങൾക്ക് മാത്രമാണ് വേണ്ടിയാണ് എന്ന് ഉറപ്പുവരുത്തും. ഇതിനുവേണ്ടി നേരത്തെ ലോക്ക്ഡൌൺ കാലത്ത് ഉപയോഗിച്ചതുപോലെ പ്രസ്താവന കൈ കരുതണം. ഒപ്പം തന്നെ മറ്റ് ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകൾക്ക് പുറത്തു പോകുന്നതിന് തടസ്സമില്ല. ഹോട്ടലുകളിൽ യാത്ര ചെയ്തു പോകുമ്പോൾ പാഴ്സൽ സർവീസ് മാത്രമായിരിക്കും ഇന്ന് ഉണ്ടാവുക. ഡെലിവറി സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണം. പക്ഷേ ഈ ഡെലിവറി നടത്തുന്നവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന് ഇത്തരം സ്ഥാപനങ്ങൾ കൈമാറണം. അവരെ നിശ്ചിത ഇടവേളകളിൽ അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന വളരെ വിശദമായ നിയന്ത്രണങ്ങളുടെ സർക്കാർ ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഷൂട്ടിങ്ങുകളുടെ നിയന്ത്രണം, ഇതടക്കമുള്ള മറ്റു കാര്യങ്ങൾക്ക് എല്ലാം നിയന്ത്രണമുണ്ട്. ഒപ്പം ആരാധനാലയങ്ങൾക്ക് നിലവിൽ 50 പേരെയാണ് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അത് എല്ലാ ആരാധനാലയങ്ങളിലും 50 പേരെ അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് സർക്കാർ നിലപാട്. കാരണം സ്ഥലപരിമിതികളുണ്ട്. സ്ഥലപരിമിതികൾ അനുസരിച്ച് 50 പേരിൽ താഴെ മാത്രമേ ആളുകളെ ആരാധനാലയങ്ങളിൽ പങ്കെടുപ്പിക്കാൻ കഴിയൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങളാണ് സർക്കാർ പുറത്തിറക്കുന്നത്. ശരി, നന്ദി സജിത്ത്. വിവരങ്ങൾക്ക് കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, ഏറ്റവും കൂടുതൽ രോഗികളുടെ എണ്ണം ഇന്ന് കോഴിക്കോട് ജില്ലയിലാണ്. കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ജില്ല പോയിട്ടുണ്ടെങ്കിൽ കൂടി രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നും സംഭവിക്കുന്നില്ല. ഓരോ ദിവസവും കൂടുന്ന അവസ്ഥയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ധന്യ, കോഴിക്കോട് ജില്ലയിലെ രോഗികളുടെ എണ്ണം വളരെ ഉയർന്ന നിരക്കിൽ തന്നെ തുടരുകയാണ്. 4915 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഇന്നലെ അത് 4990 പേർക്കായിരുന്നു. അതായത് 2 ദിവസമായി 4900 കടന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്ന നിരക്കിൽ കോഴിക്കോട് നിൽക്കുന്ന ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഒപ്പം തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.05%, അതും ഏറ്റവും ഉയർന്ന നിരക്കിൽ നിൽക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് രോഗികളുള്ളത്. 1800ഓളം പേർ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം പോസിറ്റീവായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. തന്നെ സൂചിപ്പിച്ചതുപോലെ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ചും നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ മുഴുവൻ പരിശോധിച്ച് മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. അതായത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നഗരത്തിലേക്ക് ആളുകൾ എത്താൻ പാടുള്ളൂ എന്നൊരു കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന കൃത്യമായി നടക്കുന്നുണ്ട്. ഒപ്പം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ 5 പേർ മാത്രമേ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശവും അത് നടപ്പാക്കി ആരാധനാലയങ്ങൾക്ക് നോട്ടീസ് നൽകുന്ന നടപടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്തരം നിയന്ത്രണങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും
പോസിറ്റിവിറ്റിയും ഒപ്പം തന്നെ കോവിഡ് രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇത് അസാധാരണമായ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഈ ആശുപത്രികളിൽ കൂടുതൽ രോഗികൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ നിലവിൽ തന്നെ ഓക്സിജന്റെ ചില ലഭ്യതക്കുറവ് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ചില നടപടികൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പരമാവധി ഓക്സിജൻ സിലിണ്ടറുകൾ ശേഖരിച്ച് കേരള മെഡിക്കൽ കോർപ്പറേഷൻ ഗോഡൌണിൽ എത്തിക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെയും ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അത്തരം അടിയന്തര സാഹചര്യം നേരിടാനുള്ള നടപടികളുമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അപ്പോഴും ഈ പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നു നിൽക്കുന്നു, രോഗികളുടെ എണ്ണവും ഉയർന്നു നിൽക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ശരി, നന്ദി ഷഹീദ്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, 4642 പേർക്കാണ് ഇന്ന് കൊച്ചിയിൽ രോഗം ഉണ്ടായിരിക്കുന്നത്. കോവിഡ് പിടിപെടുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നും കൊച്ചിയിലും സംഭവിക്കുന്നില്ല. കോഴിക്കോട് കഴിഞ്ഞാൽ തൊട്ട് പിന്നിലായി കൊച്ചി തന്നെയാണ് രോഗികളുടെ എണ്ണത്തിൽ മുന്നിലുള്ളത്. എന്താണ് നിലവിലെ സാഹചര്യം? ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതലായി രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്? ധന്യ, ഇന്നലത്തെ കണക്കെന്ന് പറയുന്നത് 5300-ലധികം പേരാണ് എറണാകുളത്ത് ഉണ്ടായിരുന്നത്. ഇന്നത് 4642 എത്തുന്നു. ഇന്ന് പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 19630 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. നിലവിൽ ഇന്നലത്തെ സാഹചര്യവുമായി തട്ടിക്കുമ്പോൾ ഇന്ന് സത്യത്തിൽ അല്പം രോഗികളുടെ കുറവ് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ആകെയുള്ള രോഗികളുടെ എണ്ണം 50,000-ഓളം എത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. കാരണം ഇത്രയധികം പേർ ജില്ലയിൽ പോസിറ്റീവായി തുടരുകയാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും വീടുകളിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. ബാക്കിയുള്ളവർ കൂടുതലായും തന്നെ വീടുകളിലും അതോടൊപ്പം തന്നെ FLTCകളിലും CFLTCകളിലുമായിട്ട് നിരീക്ഷണത്തിൽ തുടരുകയാണ്. എന്തായാലും 50,000 എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആശങ്കയുണർത്തുന്ന ഒരു സംഖ്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു കരുതലോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അടിയന്തര പരിശോധനകൾ വ്യാപകമായി ഇത് കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ വ്യാപനം കൂടിയ മേഖലകളിൽ ഇത് പരിശോധനകൾ കർക്കശമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് തൃപ്പൂണിത്തുറയും അതോടൊപ്പം തന്നെ തൃക്കാക്കരയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് രോഗവ്യാപനം കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നത്. അത് അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ പ്രദേശങ്ങൾ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായും ചില സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ രീതിയിൽ പരിശോധനകൾ തുടരാനും അതോടൊപ്പം തന്നെ ചികിത്സാ സംവിധാനങ്ങളടക്കം ഏകോപിപ്പിക്കാനുമുള്ള അടിയന്തര നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആശുപത്രിയിലെ ഓക്സിജൻ ബെഡുകളുടെ ലഭ്യത സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്സിജൻ ബെഡുകളുടെ നിരീക്ഷണത്തിനായി ജില്ലാ ഭരണകൂടം പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കർശനമായ രീതിയിലാണ് എറണാകുളം ജില്ലയിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നഗരത്തിന് പുറത്തേക്കുള്ളൊരു പ്രദേശത്തും രോഗവ്യാപനം വർദ്ധിക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക പടർത്തുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മാത്രം ചിലപ്പോൾ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങളാണ് ഇവിടെയുള്ളത്. അവിടങ്ങളിലെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് FLTCകൾ ഒരുക്കാനുള്ളൊരു നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഈ രീതിയിലുള്ളൊരു ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും രോഗവ്യാപനം കൂടുതലാകുന്നു എന്നത് വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ജില്ലയിൽ പൊതുവെയും ഉയർത്തുന്നത്. ശരി, നന്ദി ഡാനി. തൃശ്ശൂരിൽ നിന്ന് സുബി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുബി, ഇന്നും 4000 കവിഞ്ഞിരിക്കുന്നു രോഗികളുടെ എണ്ണം. തൃശ്ശൂരിൽ പലയിടങ്ങളിലും വലിയ നിയന്ത്രണങ്ങളിലേക്ക് കടന്നിട്ടുമുണ്ട്. എന്താണ് വിവരങ്ങൾ? തൃശൂർ ജില്ലയിൽ 4223 പേർക്കാണ് 32 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതിദിന കണക്കിൽ ഉയർന്ന കണക്കാണ് ഇത്. കഴിഞ്ഞ ദിവസവും 4000-ലധികം പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നത് 28.32% എത്തി നിൽക്കുകയാണ്. അതായത് സംസ്ഥാന ശരാശരിക്ക് മുകളിലാണ് തൃശൂർ ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഈ കണക്ക് ഞെട്ടിക്കുന്നതാണ് എന്നാണ് ജില്ലയിലെ ആരോഗ്യ വകുപ്പ് കണക്കാക്കുന്നത്. നിലവിൽ 31,000-ലധികം ആളുകൾ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. മറ്റ് ജില്ലകളിലും മറ്റ് ജില്ലകളിലും ഏതാണ്ട് 100ഓളം പേർ മറ്റ് ജില്ലകളിലായി തൃശ്ശൂരിലുള്ളവർ കഴിയുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്സിജൻ ലഭ്യതയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ജില്ലയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതിനനുസരിച്ച് CFLTCകളുടെ എണ്ണവും കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചിരുന്നു. എങ്കിൽ കൂടിയും അടിയന്തര സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കർശന
പരിശോധനകളാണ് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നത്. നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ തന്നെ ഈ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നത് ഏറെ ആശങ്കയോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം നോക്കിക്കാണുന്നത്. നിരോധിത പലയിടങ്ങളിലും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പരിശോധനകൾ വളരെ വലിയ തോതിൽ തന്നെ കർശനമാക്കിയിട്ടുണ്ട്. ധന്യ. ശരി, നന്ദി സുവി. വിവരങ്ങൾക്ക് 37,199 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 49 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. 4-ാം തീയതി മുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. രോഗം കൂടുന്ന ജില്ലകളിലെല്ലാം പൂർണ്ണ ലോക്ക്ഡൌൺ ആണ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾക്ക് അവശ്യ സേവനങ്ങൾക്ക് മാത്രമേ പ്രവർത്തിക്കൂ എന്നും അറിയുന്നു. മറ്റ് ബാങ്ക് പോലെയുള്ളവ എല്ലാം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറണം എന്നുമുള്ള നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുന്നു. നാളെയും മറ്റന്നാളും കർശന നിയന്ത്രണമായിരിക്കും. അനാവശ്യമായി പുറത്തിറങ്ങരുത്, ഇരുചക്ര വാഹനങ്ങളിൽ ഒരാൾ സഞ്ചരിക്കണം, ഇരട്ട മാസ്ക് ധരിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൂടി മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ആവർത്തിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിതി അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം. ചികിത്സാ നിരക്ക് കുറയ്ക്കുന്നതിൽ എന്തെല്ലാം ചെയ്യാൻ സർക്കാരിന് കഴിയുമെന്ന് അടുത്ത മാസം 4-ന് മുൻപ് അറിയിക്കണമെന്ന് കോടതി ഇടക്കാല ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സാ നിരക്ക് നിയന്ത്രണ വിധേയമാക്കണമെന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് കേരളത്തിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് കോടതി പരാമർശിച്ചത്. കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കുള്ള സ്വകാര്യ ആശുപത്രികളിലെ നിരക്ക് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ചികിത്സാ നിരക്കുകൾ വീണ്ടും കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കാം. ചർച്ചകൾക്കുള്ള ശ്രമം തുടരുകയാണെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. തുടർന്ന് സർക്കാരിന് ഇക്കാര്യത്തിൽ കൂടുതലായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആശുപത്രികളുമായി ആലോചിച്ച് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. കോവിഡ് കണക്കുകൾ വർദ്ധിക്കുന്നത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതായി രോഗികളുടെ അനുഭവം ചൂണ്ടിക്കാട്ടി കോടതി പറഞ്ഞു. കോവിഡിനെ അതിജീവിക്കാൻ വേഗം കഴിഞ്ഞു, എന്നാൽ സ്വകാര്യ ആശുപത്രി ബില്ലിനെ അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പലരുടെയും പരാതിയെന്നും കോടതി പരാമർശിച്ചു. ന്യൂസ് 18 കൊച്ചി. വോട്ടെണ്ണലിന്റെ ട്രെൻഡ് മനസ്സിലാക്കാം. ഓരോ റൗണ്ടിലെയും ഗതിവിഗതികൾ എന്താകും? അന്തിമ ഫലത്തിലേക്ക് എത്തുന്ന സൂചനകൾ എങ്ങനെ? വോട്ടുപോയ വഴി ഇന്ന് രാത്രി 7-ന്. വാക്സിൻ വിലയിൽ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി. വാക്സിന് 2 വില വന്ന സാഹചര്യം എന്തെന്നും ഏകീകൃത വാക്സിനേഷൻ നടത്താൻ എന്താണ് തടസ്സമെന്നും കോടതി ചോദിച്ചു. നിരക്ഷരരായ ജനങ്ങൾക്ക് എങ്ങനെ വാക്സിനേഷൻ ഉറപ്പാക്കിയെന്നടക്കം രൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. കേസിൽ നാളെ ഇടക്കാല ഉത്തരവുണ്ടാകും. മെയ് 10-ന് കേസ് വീണ്ടും പരിഗണിക്കും. രാജ്യത്തെ കോവിഡ് സാഹചര്യവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ വാദം കേൾക്കവെയാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. യൂറോപ്യൻ യൂണിയനിലെയും അമേരിക്കയിലെയും വാക്സിൻ വിലയേക്കാൾ അധികമാണ് ഇന്ത്യയിലേത്. വാക്സിൻ വികസിപ്പിക്കുന്നതിന് 4500 കോടി നിർമ്മാതാക്കൾക്ക് നൽകി. അതിനാൽ വാക്സിനുമേൽ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. വാക്സിൻ കേന്ദ്ര സർക്കാർ വാങ്ങിയാലും സംസ്ഥാന സർക്കാർ വാങ്ങിയാലും അത് ആത്യന്തികമായി പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണെന്ന് ഓർമ്മിപ്പിച്ച കോടതി ചില ചോദ്യങ്ങളും ഉന്നയിച്ചു. നിരക്ഷരരായ ജനങ്ങൾക്ക് എങ്ങനെ വാക്സിനേഷൻ ഉറപ്പാക്കി? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലേ? എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മുഴുവൻ വാക്സിനും വാങ്ങി വിതരണം ചെയ്യുന്നില്ല എന്നും കോടതി ചോദിച്ചു. ഏകീകൃത വാക്സിനേഷൻ നടത്താൻ എന്താണ് തടസ്സമെന്നും കോടതി ആരാഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള മാനദണ്ഡം എന്തെന്നും കോടതി ചോദിച്ചു. ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വാക്സിൻ ലഭിക്കണമെന്ന് ഇപ്പോൾ നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നു. വിഹിത നിർണയത്തിനുള്ള അവകാശം സ്വകാര്യ കമ്പനികൾക്ക് നൽകുകയാണോ എന്നും സുപ്രീം കോടതി ആരാഞ്ഞു. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി തത്സമയം അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, L നാഗേശ്വര റാവു, രവീന്ദ്ര ഭട്ട് എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. നാളെ ഇടക്കാല ഉത്തരവുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനം വില കൊടുത്ത് വാങ്ങുന്ന വാക്സിൻ എത്താൻ വൈകും. ഇപ്പോൾ ഓർഡർ ചെയ്താലും 2 മാസത്തിന് ശേഷമേ വാക്സിൻ ലഭ്യമാക്കാൻ കഴിയൂവെന്ന് വാക്സിൻ നിർമ്മാതാക്കൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. അതേസമയം വാക്സിന്റെ 2ാം ഡോസ് എടുക്കേണ്ടവർക്കുള്ള സ്പോട്ട് രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടും ഇന്നും രജിസ്ട്രേഷൻ തുടർന്നത് പല കേന്ദ്രങ്ങളിലും തിരക്കിനിടയാക്കി. 3 മാസം കൊണ്ട് 1 കോടി ഡോസ് വാക്സിൻ വില കൊടുത്ത് വാങ്ങാനായിരുന്നു സംസ്ഥാന സർക്കാർ തീരുമാനം. വാക്സിൻ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് വാക്സിൻ ക്ഷാമം നേരിടുന്ന കേരളത്തിന് തിരിച്ചടിയായി നിർമ്മാതാക്കളുടെ അറിയിപ്പ്.
ഇപ്പോൾ ഓർഡർ ചെയ്താലും 2 മാസത്തിനു ശേഷമേ വാക്സിൻ ലഭ്യമാക്കാൻ കഴിയുമെന്ന് നിർമ്മാതാക്കൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വാക്സിന്റെ ഉൽപ്പാദനം ആരംഭിച്ചിട്ടില്ല. നിർമ്മാണശേഷിയുടെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ ഉൽപ്പാദനം നടക്കുന്നതെന്നും നിർമ്മാതാക്കൾ. വാക്സിൻ എത്താൻ വൈകുമെന്നത് 18 വയസ്സിന് മുകളിലുള്ളവരുടെ കുത്തിവെപ്പ് വൈകിപ്പിക്കും എന്ന ആശങ്കയും ശക്തമാണ്. അതേസമയം വാക്സിന്റെ 2ാം ഡോസ് എടുക്കേണ്ടവർക്കുള്ള സ്പോട്ട് രജിസ്ട്രേഷൻ ആരോഗ്യവകുപ്പ് ഒഴിവാക്കിയെങ്കിലും പല വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ഇത് തുടർന്നു. ഇതോടെ വലിയ തിരക്കാണ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടത്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വാക്സിന്റെ 2ാം ഡോസിന് അർഹതപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പട്ടിക പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ശേഷം വാക്സിൻ എടുക്കേണ്ട സമയം ആശാവർക്കർമാരുടെ സഹായത്തോടെ ആളുകളെ അറിയിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വകാര്യ ലാബുകളിലെ RT-PCR പരിശോധനാ ഫീസ് കുറയ്ക്കാൻ തയ്യാറാകാതെ ലാബ് ഉടമകൾ. ഇന്നു മുതൽ RT-PCR പരിശോധനാ ഫീസ് 500 രൂപയാക്കണമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഉത്തരവ് കിട്ടിയില്ലെന്നാണ് സ്വകാര്യ ലാബുകളുടെ വിശദീകരണം. അതേസമയം RT-PCR നിരക്ക് 500 രൂപയായി കുറച്ച് സർക്കാർ ഉത്തരവിറക്കി. കുറഞ്ഞിരുന്നത് 500 പറഞ്ഞിട്ട് പേപ്പറിലേക്ക് വായിച്ചത്. മാൻ ചോദിച്ചപ്പോൾ 1700 രൂപ എന്ന് പറഞ്ഞു. ന്യൂസ് വായിച്ചിരുന്നു കുറഞ്ഞു എന്നുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ പിന്നെ തർക്കിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, രാവിലെ അങ്ങനെ കേട്ടു 500 ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പറയുന്നത് 1700. സ്വകാര്യ ലാബുകളിലെ RT-PCR പരിശോധനാ ഫീസ് 1700 രൂപയിൽ നിന്നും 500 രൂപയാക്കി കുറച്ചെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്ക് കേട്ട് ലാബിലെത്തിയവരാണ് ഇവർ. എന്നാൽ 1 രൂപ പോലും കുറച്ചിട്ടില്ലെന്നാണ് ലാബ് ഉടമകൾ വ്യക്തമാക്കുന്നത്. സർക്കാർ ഉത്തരവ് കിട്ടിയില്ലെന്നും കിട്ടിയാൽ തന്നെ സർക്കാർ പറഞ്ഞ നിരക്കിൽ പരിശോധന നടത്താൻ കഴിയില്ലെന്നും ലാബ് ഉടമകൾ വ്യക്തമാക്കി. നമ്മൾ എത്ര ചാർജ് വാങ്ങുന്നു ഇപ്പോൾ? അതെങ്ങനെയാ? ഇപ്പം ഈ ഇന്നലെ മന്ത്രി പറഞ്ഞല്ലോ 700. രാത്രി 9 മണിക്ക് ഞങ്ങൾ ലാബ് അടയ്ക്കുമ്പോൾ തന്നെ 9:10 അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് ജിയോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ വാങ്ങിയ റിയേജന്റ് എന്റെ തീരണ്ടേ? വേണ്ടല്ലോ. തീരുന്നവരെ എനിക്ക് അത് എടുക്കാൻ പറ്റും. 2 ഓപ്ഷനേ ഉള്ളൂ. either എനിക്ക് ഈ 1700 കണ്ടിന്യൂ ചെയ്യണം ഫോർ 2 days, എനിക്ക് എന്റെ റിയേജന്റ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ പൈസ നഷ്ടമാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കുറേ പൈസ നഷ്ടമാണ്. സർക്കാർ നിർദ്ദേശിച്ചിട്ടും ഫീസ് കുറയ്ക്കാൻ തയ്യാറാകാത്ത സ്വകാര്യ ലാബുകൾക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ RT-PCR പരിശോധനയ്ക്ക് കുറഞ്ഞ നിരക്ക് ഈടാക്കുമ്പോഴാണ് കേരളത്തിലെ സ്വകാര്യ ലാബുകളിൽ കോവിഡ് പരിശോധനയുടെ പേരിൽ കൊള്ള തുടരുന്നത്. RT-PCR ടെസ്റ്റിന് ഇന്നു മുതൽ സ്വകാര്യ ലാബുകളിൽ 500 രൂപ മതിയെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ ഒരു ലാബിലും ഫീസ് കുറച്ചിട്ടില്ല. സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടുക തന്നെ വേണം. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. സ്വകാര്യ ലാബുകളിലെ കോവിഡ് പരിശോധനാ നിരക്ക് കുറയ്ക്കാത്തതിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. തിരുവനന്തപുരത്തെ സ്വകാര്യ ലാബിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. സർക്കാർ ഉത്തരവ് വരുന്നതുവരെ RT-PCR പരിശോധന നിർത്തിവെക്കുമെന്ന് ആറ്റുകാലിലെ ലാബ് ഉടമ അറിയിച്ചു. ഇന്നിപ്പോൾ ഇവിടെ ഒരു സമരം, ഇന്നലെ ഒരു സമരത്തിനുണ്ടായ സാഹചര്യം, ഇവിടെ രാവിലെ വന്ന ഒരു പേഷ്യൻ്റ് RT-PCR ടെസ്റ്റുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണെന്നും അവർ 2000 രൂപ കൊടുക്കുകയും 1700 രൂപ കൈപ്പറ്റിക്കൊണ്ട് 300 രൂപ തിരികെ കൊടുക്കുകയുണ്ടായി. അതുടനെ തന്നെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ഈ പ്രദേശത്തെ കൗൺസിലറുമായ ഉണ്ണികൃഷ്ണനോട് ഈ പേഷ്യൻ്റ് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു ഇത്തരം വിഷയത്തിനെതിരായി ശക്തമായ സമരം കേരളത്തിലെമ്പാടും, ഈ റേറ്റിൽ കുറയ്ക്കാത്തതിനാൽ കേരളത്തിലെമ്പാടും സമരം ഏറ്റെടുക്കേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉണ്ണികൃഷ്ണൻ, കാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ഇവിടെ വരുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുമായി സമരം ചെയ്യാനുണ്ടായത്. രാജ്യത്ത് 18 മുതൽ 45 വയസ്സുവരെയുള്ളവരുടെ വാക്സിനേഷൻ ആരംഭിക്കുന്നത് വൈകും. വാക്സിനേഷൻ നാളെ തുടങ്ങാനാകില്ലെന്ന് കൂടുതൽ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മെയ് 31 വരെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. മധ്യപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി എന്നീ സംസ്ഥാനങ്ങൾ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ നാളെ ആരംഭിക്കാനാകില്ലെന്ന നിലപാടിലാണ്. കേരളത്തിലും നാളെ വാക്സിനേഷൻ ആരംഭിക്കുമെന്ന കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടില്ല.
നിലവിൽ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് പോലും നൽകാൻ ആവശ്യത്തിന് വാക്സിൻ സ്റ്റോക്കില്ലെന്ന് സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ കൂടുതൽ ഡോസ് വാക്സിൻ ലഭ്യത ഉറപ്പാക്കിയ ശേഷം മാത്രമേ 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിനേഷൻ ആരംഭിക്കൂ. ആവശ്യമായ ഡോസുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും വാക്സിൻ സ്വീകരിക്കാനായി ജനങ്ങൾ നാളെ ക്യൂവിൽ നിൽക്കരുതെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിച്ചു. अगर सभी दिल्ली के दिल्लीवासी सहयोग करेंगे तभी हम इसको मिलके अगले 3 महीने के अंदर पूरा कर पाएंगे. बहुत बड़ी एक्सरसाइज है ये. इतनी बड़ी एक्सरसाइज को 3 महीने में कर पाना एक बहुत बड़ी चुनौती है, लेकिन सब मिलके करेंगे तो जरूर ये पूरा होगा. बस आपसे यही निवेदन है कि अगले कुछ दिनों के अंदर भीड़ मत लगाइएगा इन सेंटरों में. सबको लगाएंगे, हर व्यक्ति को लगाएंगे. രാജ്യത്ത് കോവിഡ് രോഗികൾ ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വീണ്ടും നിർദ്ദേശം നൽകി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10%, ആശുപത്രി കിടക്കകൾ 60% നിറഞ്ഞ പ്രദേശങ്ങളിൽ മെയ് 31 വരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. കേരളത്തിൽ പത്തനംതിട്ട ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലാണ്. ഇതിനിടെ ലോകരാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സഹായം എത്തിത്തുടങ്ങി. അമേരിക്കയിൽ നിന്ന് 400-ലധികം ഓക്സിജൻ സിലിണ്ടറുകളും മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നും എത്തി. റഷ്യൻ നിർമ്മിത വാക്സിൻ സ്പുട്നിക് 1 നാളെ എത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വോട്ടെണ്ണലിന്റെ ട്രെൻഡ് മനസ്സിലാക്കാം. ഓരോ റൗണ്ടിലെയും ഗതിവിഗതികൾ എന്താകും? അന്തിമ ഫലത്തിലേക്ക് എത്തുന്ന സൂചനകൾ എങ്ങനെ? വോട്ടുപോയ വഴി ഇന്ന് രാത്രി 7-ന്. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. ഒരു ദിവസത്തിനിടെ 3,86,452 പേർക്കാണ് രോഗം ബാധിച്ചത്. 3,498 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 2,08,330 ആയി. 31,70,228 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. മുൻ അറ്റോർണി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സോളി സൊറാബ്ജി അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 91 വയസ്സായിരുന്നു. 1989-90 കാലയളവിലും 98 മുതൽ 2004 വരെയും അറ്റോർണി ജനറലായിരുന്നു. 2002 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാനൊരുങ്ങുന്നു. കോവിഡ് വ്യാപനത്തിനിടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്താണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കോവിഡ് രോഗബാധിതരുടെ എണ്ണം അനുദിനം കൂടിവരുന്ന സാഹചര്യത്തിലാണ് സ്വന്തമായി ഓക്സിജൻ ഉൽപ്പാദനം എന്ന ആശയം. ദിവസം 200 സിലിണ്ടർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റാണ് പരിഗണനയിൽ. ഭൂമിയും 50 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് നൽകും. 38 ഗ്രാമപഞ്ചായത്തുകളും 6 ബ്ലോക്ക് പഞ്ചായത്തുകളും 3 നഗരസഭകളും ചേർന്ന് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് സംഭാവന ചെയ്യും. അടിയന്തര സാഹചര്യം പരിഗണിച്ച് വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഓക്സിജൻ പ്ലാന്റ് ഇല്ലാത്ത ഒരു ജില്ലയാണ് കാസർഗോഡ്. നമ്മളിപ്പോൾ മംഗലാപുരത്ത് അടച്ചുപൂട്ടിയാൽ നമ്മൾ വലിയ പ്രയാസം നേരിടും. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ്റിലും അറിവുള്ള കാര്യമാണ്. ഗവൺമെൻറ്റേയും നല്ലൊരു സപ്പോർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വേണം. ത്രിതല പഞ്ചായത്തുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് DPCയുടെ നേതൃത്വത്തിലാണ് അത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചട്ടഞ്ചാലിലെ വ്യാവസായിക പാർക്കിലാണ് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കണ്ടെത്തിയിരിക്കുന്നത്. ഭാവിയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലാകും പ്ലാന്റിന്റെ നിർമ്മാണം. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൂടി യാഥാർത്ഥ്യമായാൽ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രാധാന്യം വർദ്ധിക്കും. ന്യൂസ് 18 കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ 2 ദിനം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പേറി മുന്നണികൾ. ഇന്നലെ എക്സിറ്റ് പോൾ സർവേകൾ കൂടി പുറത്തുവന്നതോടെ ഇനി കാത്തിരിപ്പിന്റെ മണിക്കൂറുകളിലാണ്. സർവേ പ്രവചനങ്ങളെ ഇടതുമുന്നണി തള്ളണോ കൊല്ലണോ തയ്യാറായിട്ടില്ല. എന്നാൽ പ്രവചനങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് UDF. എക്സിറ്റ് പോൾ പ്രവചനങ്ങളോട് പ്രതികരിക്കാനില്ലെന്നാണ് BJPയുടെ നിലപാട്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിന് സമ്മിശ്ര പ്രതികരണം. പ്രവചനങ്ങൾ ഭരണപക്ഷത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ UDFന് ആഘാതമായി. എന്നാൽ പ്രവചനങ്ങളെ അതേപടി വിശ്വസിക്കാനോ ഏറ്റുപിടിക്കാനോ CPM തയ്യാറായില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി മികച്ച വിജയം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. അത് ഒരു എക്സിറ്റ് പോൾ ബലത്തിലല്ലല്ലോ. നമ്മൾ ഞായറാഴ്ച വോട്ടെണ്ണി യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ എത്തിച്ചേരും. മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. പ്രവചനങ്ങളെ പൂർണ്ണമായും തള്ളിയ പ്രതിപക്ഷം എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. എക്സിറ്റ് പോളുകളും സർവേകളും ജനവികാരത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സർവേകൾ അതിൻ്റെ
നിരർത്ഥകത സ്വയം സംസാരിക്കുകയാണ്. ഈ സർവേ നിരർത്ഥകമാണ്, ടൈം വേസ്റ്റാണ് എന്നുള്ളതിന് വേറെ വല്ല ഉദാഹരണം വേണം. പ്രവചനങ്ങളുടെ വിശ്വാസ്യത തെളിയാൻ ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ന്യൂസ് 18 തിരുവനന്തപുരം. വോട്ടെണ്ണലിന്റെ ട്രെൻഡ് മനസ്സിലാക്കാം. ഓരോ റൗണ്ടിലെയും ഗതിവിഗതികൾ എന്താകും? അന്തിമ ഫലത്തിലേക്ക് എത്തുന്ന സൂചനകൾ എങ്ങനെ? വോട്ടുപോയ വഴി ഇന്ന് രാത്രി 7-ന്. ഇത്തവണ പതിവ് പോലെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കഴിഞ്ഞേക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാൽ ഫലം പുറത്തറിയാൻ താമസം നേരിടും. തപാൽ വോട്ടുകളിലും എണ്ണക്കൂടുതലും അന്തിമ ഫലപ്രഖ്യാപനം വൈകിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ, 11 വ്യക്തമായ തെരഞ്ഞെടുപ്പ് ചിത്രം, ഉച്ചയ്ക്ക് അന്തിമ ഫലപ്രഖ്യാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഈ പതിവ് ഇത്തവണയുണ്ടാകില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ വേഗത്തിലും കൃത്യവുമായുള്ള ഫലപ്രഖ്യാപനം സാധ്യമാക്കിയത് ട്രെൻഡ് എന്ന സോഫ്റ്റ്വെയർ വഴിയായിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ട്രെൻഡ് ഉപേക്ഷിച്ചു. പകരം കമ്മീഷന്റെ വെബ്സൈറ്റ് വഴിയും പ്രത്യേക മൊബൈൽ ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് ഫലമറിയാമെന്നാണ് വിശദീകരണം. എന്നാൽ ഇതുവഴിയുള്ള ഫലസൂചനകളെത്താൻ സമയമെടുക്കും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ TV സ്ക്രീനിലൂടെ മാത്രമേ ജനങ്ങൾക്ക് വോട്ടെണ്ണൽ പുരോഗതി അറിയാനാകൂ. കർശന കോവിഡ് പ്രോട്ടോകോൾ കാരണം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് നിരോധനവുമുണ്ട്. മാധ്യമങ്ങൾക്കും കൃത്യമായ പകരം സംവിധാനം ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടില്ല. തപാൽ വോട്ടുകളുടെ എണ്ണക്കൂടുതലും മറ്റൊരു വെല്ലുവിളിയാകും. 4,53,237 തപാൽ വോട്ടുകളാണ് ഇതുവരെ കമ്മീഷൻ ലഭിച്ചത്. 2-ാം തീയതി രാവിലെ 8 മണിവരെ തപാൽ വോട്ടുകൾ സ്വീകരിക്കും. ആകെ 5,84,237 തപാൽ ബാലറ്റുകൾ വിതരണം ചെയ്തതിനാൽ ബാലറ്റുകളുടെ സംഖ്യ ഇനിയും ഉയരും. കഴിഞ്ഞ തവണ 1,09,001 തപാൽ വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 80 കഴിഞ്ഞവരും കോവിഡ് രോഗികളും ഭിന്നശേഷിക്കാരുമെല്ലാം ഉൾപ്പെട്ടതിനാലാണ് തപാൽ വോട്ടുകളുടെ എണ്ണം ഇത്രയും ഉയരാൻ കാരണം. തപാൽ വോട്ടുകൾ പൂർണ്ണമായി എണ്ണിത്തീരാൻ തന്നെ വൈകുന്നേരമാകും. അന്തിമ ഫലപ്രഖ്യാപനത്തിന് രാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ BJPക്കെതിരെ CPM-ഉം കോൺഗ്രസും രംഗത്ത്. കേസിൽ BJP നേതാക്കളുടെ പങ്ക് വ്യക്തമാകുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ പറഞ്ഞു. പണം കൊടുത്തതും കിട്ടിയതും ആർക്കെന്ന് പോലീസ് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അതേസമയം കുഴൽപ്പണം കവർന്ന കേസിൽ മുഖ്യ ആസൂത്രകനടക്കം 2 പ്രതികൾ കൂടി പിടിയിലായി. കൊടകര കുഴൽപ്പണ കേസിൽ യുവമോർച്ച മുൻ നേതാവ് സുനിൽ D. നായിക്കിനെയും RSS പ്രവർത്തകൻ ധർമ്മരാജിനെയും പോലീസ് ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് CPM-ഉം കോൺഗ്രസും BJPക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കേസിൽ BJP നേതാക്കളുടെ പങ്ക് വ്യക്തമാകുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ പറഞ്ഞു. ഈ പണം BJPയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള നിലയിൽ ഇപ്പോൾ അത് കൂടുതൽ യാഥാർത്ഥ്യമാണ് എന്ന് വന്നിരിക്കുകയാണ്. BJP നേതാക്കന്മാർക്ക് അതിൽ പങ്കുണ്ടെന്നും കുഴൽപ്പണ ഇടപാട് ഗൗരവതരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. കൊടകരയിൽ നടന്ന പണമിടപാട് ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. പുറത്തു വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ BJP ആണ് ഈ പണം കൊണ്ടുവന്നത് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കിതിനെ സത്യാവസ്ഥ അറിയില്ല. ഗവൺമെന്റാണ്, പോലീസാണ് വെളിപ്പെടുത്തേണ്ടത്. പോലീസ് എന്തുകൊണ്ട് അത് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. ദേശീയ പാർട്ടിയുടെ ഫണ്ട് തട്ടിയ കേസിൽ നഷ്ടപ്പെട്ട തുകയെക്കുറിച്ച് അന്വേഷണ സംഘം ഇനിയും വ്യക്തതയിലെത്തിയിട്ടില്ല. 25 ലക്ഷം തട്ടിയെടുത്തുവെന്നാണ് പരാതി. എങ്കിലും 3.5 കോടി രൂപ ഉണ്ടെന്നാണ് നിഗമനം. 9-ാം പ്രതിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം 33 ലക്ഷത്തോളം രൂപ കണ്ടെത്തിയിരുന്നു. അതേസമയം കവർച്ച ആസൂത്രണം ചെയ്ത 1-ാം പ്രതി മുഹമ്മദ് അലി, പരാതിക്കാരൻ ഷംജീറിന്റെ സഹായി അബ്ദുൾ റഷീദ് എന്നിവർ കണ്ണൂരിൽ പിടിയിലായി. അബ്ദുൾ റഷീദാണ് പ്രതികൾക്ക് വിവരം ചോർത്തി നൽകിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ പണം വീതിച്ചെടുത്തെന്ന സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ റിമാൻഡിൽ കഴിയുന്ന 8 പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ന്യൂസ് 18 തൃശൂർ തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം IAS-കാർക്ക് ക്വാർട്ടേഴ്സ് പണിയാൻ ഇറക്കിയ ഉത്തരവിന് പിന്നിൽ ഗൂഢാലോചനയെന്ന ആക്ഷേപം. തിരുവനന്തപുരം നഗരത്തിൽ ക്വാർട്ടേഴ്സ് പണിയാൻ 66 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിന് പണമില്ലാതെ സംസ്ഥാനം വിഷമിക്കുന്ന ഘട്ടത്തിലാണ് IAS ധൂർത്ത്. തിരുവനന്തപുരം ആക്കുളത്ത് ഹൗസിംഗ് ബോർഡിന്റെ കൈവശമുള്ള സ്ഥലത്താണ് IAS-കാർക്ക് ക്വാർട്ടേഴ്സ് പണിയാൻ അനുവദിച്ചിരിക്കുന്നത്. യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ പൊതുമരാമത്ത് വകുപ്പ് ഇറക്കിയ ഉത്തരവിന് പിന്നിൽ ഉന്നത IAS ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടെന്നാണ് സൂചന.
വിദേശ രാജ്യങ്ങളുടെ കൗൺസിലേറ്റുകളും ഓഫീസുകളും ഒരു സ്ഥലത്താക്കാൻ നഗരത്തിൽ സ്ഥലം അന്വേഷിച്ചപ്പോൾ ഇല്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനാണ് ക്വാർട്ടേഴ്സിന്റെ ഫയൽ വേഗത്തിലാക്കിയതെന്നാണ് ആരോപണം. സിറ്റിയിൽ വേസ്റ്റ് മാനേജ്മെന്റിന് സ്ഥലം അന്വേഷിച്ചപ്പോഴും സ്ഥലമില്ലെന്ന മറുപടിയാണ് ഈ ഉദ്യോഗസ്ഥൻ നൽകിയത്. IAS ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ 30% HRA ലഭിക്കുന്നതിനാൽ മിക്കവരും ക്വാർട്ടേഴ്സിൽ താമസിക്കാറില്ല. ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം 66 കോടി രൂപയുടെ ക്വാർട്ടേഴ്സുകൾ പണിയാൻ ഉത്തരവിറക്കിയത്. കൂടാതെ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ക്ലബിനായി 10 കോടി രൂപയും അധികം അനുവദിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ സർക്കാർ നെട്ടോട്ടം ഓടുമ്പോഴാണ് ഈ ദൂർത്തെന്നതാണ് ആശ്ചര്യം. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂളുകൾ അടഞ്ഞുകിടന്നതോടെ ആരംഭിച്ച ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ ഇന്ന് ഒരു അധ്യയന വർഷം പൂർത്തിയാക്കുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 1 മുതൽ കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ആരംഭിച്ച ഡിജിറ്റൽ ക്ലാസുകളാണ് ഒരു അധ്യയന വർഷം പൂർത്തിയാക്കുന്നത്. മിട്ടുപൂച്ചേ തങ്കുപൂച്ചേ, ഇനിയേ നമുക്ക് ദാ മിട്ടുവിനെയും. കോവിഡ് പശ്ചാത്തലത്തിൽ അധ്യയന വർഷം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക വിദ്യാർത്ഥികളിൽ നിഴലിക്കുന്നതിനിടെയായിരുന്നു നൂതന വിദ്യാഭ്യാസ മാർഗമായ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ വർഷം ജൂൺ 1 മുതലാണ് കൈറ്റ് വിക്ടേഴ്സിലൂടെ ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ ആരംഭിച്ചത്. ജൂലൈ മാസം ആരംഭിച്ച പ്രീ പ്രൈമറി വിഭാഗത്തിലെ കിളിക്കൊഞ്ചൽ ക്ലാസുകളും നവംബറിൽ തുടങ്ങിയ +1 ക്ലാസുകളും ഒഴികെ 1 മുതൽ 12 വരെയുള്ള മുഴുവൻ ക്ലാസുകളുമാണ് ഇന്നത്തോടെ പൂർത്തിയാകുന്നത്. +1 ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി ക്ലാസുകളും പൂർത്തിയായി. അടുത്ത മാസം 3 മുതൽ രാവിലെ +1 ക്ലാസുകളും ഉച്ചയ്ക്ക് ശേഷം പ്രത്യേക അവധിക്കാല ക്ലാസുകളും ഫസ്റ്റ് ബെല്ലിന്റെ ഭാഗമായി സംപ്രേഷണം ചെയ്യുമെന്ന് കൈറ്റ് CEO കെ അൻവർ സാദത്ത് അറിയിച്ചു. തീർച്ചയായും ഇത്തരം ഡിജിറ്റൽ ക്ലാസുകൾ തുടരേണ്ട സാഹചര്യം ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അതോടൊപ്പം നിലവിലുള്ള പ്രവർത്തനങ്ങളുടെ അനുഭവം സ്വാംശീകരിച്ചും കുട്ടിക്കുള്ള പിന്തുണ കൂടുതൽ നൽകിയും അതോടൊപ്പം അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരേ സമയം കേന്ദ്രീകൃതവും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുമായിട്ടുള്ള ക്ലാസുകൾ കൂടെ ഉൾപ്പെടുന്ന ഒരു പുതിയ മാതൃകയായിരിക്കും ഡിജിറ്റൽ ക്ലാസുകൾക്ക് ഉണ്ടാവുക. ശാസ്ത്ര പരിപാടികൾ, ലോകജാലകം പരിപാടി, ചരിത്ര ഡോക്യുമെന്ററികൾ, കായിക പഠനം, കലാപഠനം, സൈബർ സുരക്ഷ തുടങ്ങി നിരവധി പരിപാടികൾ കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യും. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ-ഇൻ പരിപാടികളും അടുത്ത മാസം 5 മുതൽ ആരംഭിക്കും. 8300-ലധികം ഡിജിറ്റൽ ക്ലാസുകളാണ് ഫസ്റ്റ് ബെല്ലിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. മീനാക്ഷി കേന്ദ്ര കഥാപാത്രമാകുന്ന ഹ്രസ്വചിത്രം ഇരായണം യൂട്യൂബിൽ വൈറലാകുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കുന്ന ചിത്രം ഇതിനോടകം കണ്ടുകഴിഞ്ഞത് ആയിരങ്ങളാണ്. സ്ത്രീ ശാക്തീകരണ മുറവിളികളും ശ്രമങ്ങളും ഒരു വശത്ത് തകൃതിയായി നടക്കുമ്പോൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. ഇരകൾക്ക് കാലദേശാന്തരങ്ങളില്ലാതെ എപ്പോഴും ഒരേ സ്ഥിതി തന്നെയാണ്. മാറേണ്ടത് വ്യവസ്ഥിതിയാണ്, സമൂഹമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇരായനമെന്ന ഹ്രസ്വ സിനിമ. എനിക്ക് നീതി ലഭിച്ച പരാതിയുണ്ടല്ലോ, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ പ്രതികളില്ലല്ലോ, പിന്നെ എങ്ങനെ ഇരയുണ്ടാവുന്നേ? പ്രതി ഇല്ലാതെ ഇരയുണ്ടോ? പറയ്, ആരേരാ? ഞാനോ? ഞാനിരയല്ല, ഞാനിരയല്ല. വാമേ. വിനോദ് കറ്റാന നിർമ്മിച്ച് രാജേഷ് അമ്മനക്കര സംവിധാനം ചെയ്ത ഇരായനത്തിന് മാധ്യമപ്രവർത്തകൻ ബിജുജി കൃഷ്ണനാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഹരീഷ് ആർ കൃഷ്ണനാണ് ക്യാമറ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. സംവിധായകനും ഛായാഗ്രാഹകനുമായ KV ആനന്ദ് അന്തരിച്ചു. 53 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഛായാഗ്രാഹകൻ PC ശ്രീറാമിന്റെ സഹായിയായിട്ടായിരുന്നു KV ആനന്ദിന്റെ തുടക്കം. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന തേന്മാവിൻ കൊമ്പത്ത് എന്ന ഹിറ്റ് ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചായിരുന്നു സ്വതന്ത്ര ഛായാഗ്രഹണത്തിലേക്ക് എത്തിയത്. കന്നി ചിത്രത്തിൽ തന്നെ ദേശീയ പുരസ്കാരം ആനന്ദിനെ തേടിയെത്തി. ലേലു അല്ലൂന്ന് പറഞ്ഞാ മതി. ലേലു അല്ലൂന്ന്. മിന്നാരം, ചന്ദ്രലേഖ തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു. കാതൽ ദേശമാണ് ആദ്യ തമിഴ് ചിത്രം. ശങ്കറിന്റെ മുതൽവൻ, ബോയ്സ്, ശിവാജി തുടങ്ങിയ വമ്പൻ ഹിറ്റുകളിൽ പങ്കാളിയായി.
തമിഴ്, തെലുങ്കു, ഹിന്ദി, മലയാളം തുടങ്ങിയ ഭാഷകളിലായി 14 ചിത്രങ്ങളിൽ ഛായാഗ്രാഹകനായി. ഷാരൂഖ് ഖാനും ഐശ്വര്യ റായിയും ഒന്നിച്ച ജോഷ്, അമിതാഭ് ബച്ചന്റെ കാക്കി എന്നിവയാണ് ഹിന്ദിയിലെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. 2005 കനാകണ്ടേൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ സംവിധായകനായി. അയനാണ് രണ്ടാമത്തെ ചിത്രം. ജീവയെ നായകനാക്കി ഒരുക്കിയ മൂന്നാമത്തെ ചിത്രം കോയും ഹിറ്റായിരുന്നു. മാട്രാൻ, അനേകൻ, കാവൻ എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു. മോഹൻലാലും സൂര്യയും പ്രധാന വേഷങ്ങളിലെത്തിയ കാപ്പാനാണ് സംവിധാനം നിർവഹിച്ച അവസാന ചിത്രം. ഇസ്രയേലിൽ മതപരമായ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 40-ലേറെ മരണം, 100ഓളം പേർക്ക് പരിക്ക്. വടക്കിഴക്കൻ ഇസ്രയേലിന്റെ മെരോൺ കുന്നിൽ ജൂതമത വിഭാഗത്തിന്റെ ലാഗ്ബി ഒമർ എന്ന ചടങ്ങിനിടെയാണ് ദുരന്തമുണ്ടായത്. ഞെട്ടിപ്പിക്കുന്ന അപകടമാണുണ്ടായതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. കടുത്ത വേനലിൽ കണ്ണിന് കുരുളിരാവുകയാണ് ചുവപ്പിൽ കുളിച്ചു നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങൾ. തിരുവനന്തപുരത്ത് കനകക്കുന്ന് നിറയെ ഗുൽമോഹറുകളുടെ ചുവപ്പാണ്. ഞങ്ങളുടെ ക്യാമറാമാൻ പ്രിയൻ പകർത്തിയ ദൃശ്യങ്ങളോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.